ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ വേണ പുതിയൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ഈവിൽ ഡോൾ. ഓക്കെ, ഇതിൻ്റെ 2 ഇറങ്ങുന്നുണ്ട്. ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ 2 എന്തായാലും ഇറങ്ങുന്നതൊക്കെ കളിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു 1 എങ്ങനെയും തീർക്കണം. ഇത് കുറേ നാളായി ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഇത് കളിക്കാൻ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് കളിക്കാൻ തോന്നിയത്. ഓക്കെ, ഇതിലിപ്പോൾ ഈസി ഉണ്ട്, നോർമലുണ്ട്, ഹാർഡുണ്ട്, നൈറ്റ് മിയർ. അതൊക്കെ ഭയങ്കര പാടേ. ഒരു ദിവസമേ ഉള്ള നൈറ്റ് മിയറിൽ. Evil doors movement and the pet movement is very far. ഇവന് പെറ്റുണ്ടാടാ. എൻ്റെ പൊന്നെ, ഇവനെന്തൊരു പെറ്റൊക്കെ കൊണ്ടുപോയി മറ്റേ ഗ്രാനീറ്റ് പോലത്തെ. അതാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പട്ടിയായിരിക്കും. നോക്കാം വയസ്സ് എന്ത് ലാഗായെന്ന് തോന്നുന്നേ. ഇത് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളെ ഡേ 1 സ്റ്റാർട്ടായിട്ടുണ്ട്. അല്ല, അതൊന്നുമില്ല. ഓക്കെ, ഡേ 1 സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളെ ഇതെന്തിനാ ഇവിടെ ബ്ലഡിൻ്റെ അഭിഷേകമാണെന്ന് തോന്നുന്നത്. എന്തിനൊക്കെ ഇവ വല്ലതും ചെയ്യും ഇവിടെ. ഓക്കെ, ഇത് സൗണ്ട് കേട്ടോ ഇവിടെ. അതെന്ത് സത്യം പറഞ്ഞ് ലാഗ് അടിക്കണം കേട്ടോ. ചെറിയ ഞാൻ ഗ്രാഫിക്സ് ഹൈ ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അറിഞ്ഞൂടെ പൊട്ടിത്തെറിക്കും എന്താ ഫോണ്. ഹൈ ഇട്ടിട്ട് ഒരു ഗുണവും ഇല്ലല്ലേ. ഇപ്പോഴും സ്റ്റിക്കർ അടിച്ചാണൊക്കെ തന്നെ ആയിരിക്കും. സ്ക്രൂ ഡ്രൈവറാ അതൊക്കെ പിന്നെ നോക്കാം. ആദ്യം നമുക്ക് ഇവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ വീട് എന്നാലും നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ്. പ്രിസൺ കീയാ. എൻ്റെ പൊന്നെ, എന്തൊക്കെ സാധനം നോക്ക്. ഇവിടെ ഒന്നുമില്ല. കൊച്ചുമണ്ണ എവിടെയും കാണുമെന്നാണ് തോന്നണേ. ഒരു കൊച്ചിറക്കനാണ്. ഫോട്ടോ കണ്ടപ്പോഴേ മനസ്സിലായി. പ്ലയേഴ്സ് എന്തിനാ എന്താ അതൊക്കെ. പാട്ടി എടാ, അവ ഇപ്പോഴേ കൊന്നടാ എന്നെ. എടേ, പിന്നൊരു കാര്യം, ഇതിലെന്ത് സൗണ്ട് കേട്ടുകൂടാത്ത ഒരു മിനിറ്റ്. ഓക്കെ, സൗണ്ട് കേൾക്കാത്തതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഗെയിമിൽ ഭയങ്കര ചെറിയ സൗണ്ടാണ്. ചിലപ്പോൾ വീഡിയോയിൽ കേൾക്കും, അത് ഉറപ്പാണ്. എനിക്കെന്ന് പറഞ്ഞാൽ ഒന്നും കേട്ടുകൂടാ, ബ്ലാങ്കാണ്. എൻ്റെ പൊന്നെ, അപ്പം മൊണ്ണം വരണ്ടാ. നമ്മളെ 2ാമത്തെ ദിവസമാണ്. നാണക്കേടാണ് തോറ്റ. പിന്നെ ഫ്രിഡ്ജും തേങ്ങ പറയൊക്കെ കൊണ്ട്. ഇതെന്തൊരു സാധനം, അതെടുക്കാൻ പറ്റുമോ? പോസ്റ്റർ പീസ് എൻ്റെ അതെന്തോ എഴുതിയിട്ടുണ്ടല്ലോടാ. ഇതെന്തൊരു എനിക്കൊന്നും ഇവിടെ എന്തൊരു പസിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മൊണ്ണം വരാത്ത എന്താണെന്ന് തോന്നുന്നു. എന്നെ കണ്ടില്ല. അതൊക്കെ കണ്ടില്ലെന്ന് തോന്നുന്നു. മൊണ്ണ ആ മോളിൽ കയറി പോയി കാണും. സത്യം പറഞ്ഞാൽ ഇവിടെ ഇവനൊരു കഴങ്ങനാണ്. എൻ്റെ പഴയ LCD TV ഒക്കെ ഉണ്ട്. എങ്ങനെ ചത്തെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടെ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അങ്ങോട്ടൊക്കെ എന്തോ ഉണ്ട്. നേരെ പോയി നോക്കാം. എൻ്റെ പട്ടീനെ കാണണമല്ലോ എനിക്ക്. പട്ടിയില്ല, എന്തൊരു പെറ്റുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തോന്നറിയേ. ഇവിടെ ഇതെന്തോന്ന്, സ്വിച്ച് മിസ്സിങ് ബാറ്ററി. ഓ ഗൈസ്, നോക്കപ്പോൾ ഇത് ബാറ്ററി കണ്ടുപിടിക്കണം അല്ലേ. എൻ്റെ 2 ദിവസം കാണിക്കുന്ന എന്ത് ഇതെന്തിരി. ബഗ് റിപ്പല്ലർ. ഇവിടെ അവന് അവിടെ എന്തോ വഴിയുണ്ട്. അവിടെ പിന്നെ എന്ത് ഓടെ ഇവിടത്തെ പീസാണ്. ഇവിടത്തെ പീസ് തന്നെ. ഹാമർ, സ്ലോൺ ഹാമർ. ഇവിടെ നിന്ന് കയറി നോക്കാം. ഇവൻ മിക്കവാറും വരുമെന്നൊരു സംശയമുണ്ട്. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ സൗണ്ടാണ്. പിന്നെ ഇത് PC എടുത്ത് കളിച്ചായിരുന്നു. അതിൽ വെച്ചാൽ ഞാൻ സ്പീക്കറാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല സ്പീക്കറായിട്ട് സൗണ്ട് കാണും. സത്യം പറഞ്ഞാൽ ഈ സ്ലൺ ഹാമർ എവിടെ മുകളിൽ വഴിയുണ്ടാ. എടാ, ഇവൻ മുകളിലാണോ എന്തോ. പേടിയാണ്. പേടിയല്ല എന്ന് വെച്ചാൽ ഇവ കൊന്നാലാ, അങ്ങനെ ഒരു പേടിയാണ്. പേടിച്ചങ്ങ് വിറച്ചൊന്നുമില്ലെന്ന് അങ്ങനെയല്ല. ഇതെന്തിരി ഇങ്ങനെയാണോ? ഇതൊന്ന് പാസ്വേഡാണ്. ഇങ്ങനെയാണോ ഇങ്ങനെ വായിക്കാം. 3249 3249. അയ്യോ, 324 ഫ്യൂസ്. ഇതൊക്കെ എവിടെ ഉപയോഗിക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ.
അതിനൊക്കെ ഒന്ന് പഠിക്കണം ഗൈസ്, എന്നാലും ഈ കാര്യം നടക്കും. ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ ഓക്കെ. ഓക്കെ, അടുത്ത സ്ഥലം ഇവിടെ ഡോറുണ്ടല്ലേ. ഡോർ ഈസ് ലോക്ക്ഡ് ബൈ ഇലക്ട്രിസിറ്റി. ഇവിടെ എന്തോന്നു, ഇതെന്ത് ബ്രേക്ക്? എടാ ഇത് പൊളിച്ചിടാൻ പറ്റുമോ? അത് പൊളിച്ചിട്ടാ. ഇവിടെ എന്ത് പ്ലാങ്ക് ഇരിക്കുന്നത്, ഇതൊക്കെ പിന്നെ എടുക്കാം. ഒരു കാര്യം ചെയ്യാം, ഫ്യൂസ് എടുക്കാം. കാരണം എനിക്ക് തോന്നുന്നു ഫ്യൂസ് ഇവിടെ തന്നെ കാണും, മിക്ക ഗെയിമിലും ഫ്യൂസ് ഇവിടെയൊക്കെ തന്നെയാണ്. എടാ ഈ ബ്രിക്ക് പൊളിച്ചതിൻ്റെ സൗണ്ടൊന്നും ഞാൻ കേട്ടില്ല, നിങ്ങൾക്കേ കേൾക്കാൻ പറ്റൂ. എടാ ഇവൻ ന്യൂവാണെന്ന് തോന്നുന്നു, ഇവന് ഇതുവരെ ഞാൻ കണ്ടില്ല. അങ്ങനെയല്ല എന്നുവെച്ചാൽ ലാഗ് സോറി. ഈ സ്ലൺ ഹാമർ എവിടെ എന്തോ ഉപയോഗിക്കണം, നമുക്ക് ആദ്യം ഇതെടുക്കാം. ഫ്യൂസ് ഇപ്പം ഇങ്ങോട്ട് വരാം, ആ നേരം കൂടെ താഴ്പ്പ. ഗ്രാനി എങ്ങനെ കളിച്ച് പട്ടി എവിടെ ഈ കിഴങ്ങ അവന് മാളയ്ക്ക് കൂടെ വരാതെ പട്ടി ഷോർട്ട് കട്ട് എടുക്കുന്നത്. എടാ ആ മുണയ്ക്ക് എനിക്കൊന്ന് എഴഞ്ഞാൽ അറിയാമായിരുന്നു. അവന് ആകെ ഇത്രയേ ഉള്ളൂ, അവനെ കാണാൻ പോലും പറ്റൂല നമുക്ക്. എടാ അവന് എഴയാൻ പറ്റൂടാ പന്നേനെ ഞാൻ കാണിച്ചു തുടങ്ങി ഗണ്ണ് വല്ലതും കിട്ടിട്ട്. എനിക്ക് പി സിയിലാണ് നിൻ്റെ അടുത്ത് കളി കേൾക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പി സിയിൽ നിന്ന് കളിക്കേണ്ടതെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ പി സിയിലായിരിക്കും വീഡിയോ എടുക്കാൻ. എൻ്റെ കാര്യം നിൻ്റെ അടുത്ത് ഞാൻ തീർക്കും. ഞാൻ ഇപ്പം മൊബൈലാണ്, പി സി അല്ല. എടാ ഇവ എപ്പോഴും ഇവിടെ നിന്നാണ്ട്രാ പറഞ്ഞ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഇവന്. എനിക്കൊരു സൗണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ കേട്ടുകൂടാ. എനിക്ക് വീഡിയോയിൽ കേൾക്കാമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് ചെറിയ സൗണ്ടാണ് കേട്ടോ ഡ്രോവറൊക്കെ തുറക്കണേ. ഇതെടുത്ത് ചെവി വെച്ചാൽ പോലും കേട്ടൂല. നമുക്ക് കുറച്ച് സൗണ്ട് ഞാൻ എന്തായാലും കൂട്ടി വയ്ക്കാം, ഇച്ചിരി കൂട്ടി വയ്ക്കാം. കാരണം വീഡിയോയിൽ ഭയങ്കര സൗണ്ടാണ്, ഞാൻ പറയണതൊന്നും പിന്നെ കേൾക്കാൻ പറ്റില്ല വീഡിയോയിൽ. അതാണ് ഞാൻ സത്യം പറഞ്ഞ സൗണ്ട് ഇതേപോലെ കുറച്ച് വെച്ച് കളിക്കണേ. എനിക്ക് സൗണ്ട് കേട്ടാലും വീഡിയോയിൽ കേൾക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് പോളിസി. ഈ വഴി ഇവിടെ എന്തിനാന്ത, ഇവിടെ എന്താ കുഴിയുണ്ടാ? എടാ ഇത് ഡയറക്റ്റ് നമ്മൾ ഇങ്ങോട്ട് വന്ന്. എടാ മുന്നേ ഇപ്പം ഇങ്ങോട്ട് വരും, നമുക്ക് ഇങ്ങോട്ട് നോക്കിയിട്ട് വരാം. എടാ വലിച്ചളിയാ, അവിടെ അടച്ചു വെച്ചിരിക്കണ എൻ്റെ പൊന്നി. അവയിപ്പം ഇങ്ങോട്ട് വരുമായിരിക്കും. എടാ അവിടെ എന്തൊരു വഴി, എന്തൊരു ഗ്രൗണ്ട്. എടാ ഇതെങ്ങനെ ഇവ ഇങ്ങനെ ഇറങ്ങി വന്ന്? എടാ ഇവ ഇങ്ങനെ ഇതിൽ കൂടെ വന്ന്? അവനോലും വരാൻ പറ്റൂലെന്ന് തോന്നണ്. അത് എലിയാ. ഓ ലാഗ് അടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് നേരെ. ഐ നീഡ് ടു ഡു സംതിങ് വിത്ത് ദ ഫ്യൂസ് ബോക്സ്. എടാ ഫ്യൂസ് ബോക്സ് വെളിയിലാണെന്ന് ഇതെന്തോന്നു, ഇതാണ് ഫ്യൂസ്. അടേ ഫ്യൂസ് ഇട്ട് എനിക്ക് തോന്നിയ ഫ്യൂസ് ബോക്സ് എന്ന്. എടാ ഇനി താഴെ പോടാ, നമുക്ക് താഴെ പോയി നോക്കാം. അവിടെ എനിക്കൊന്ന് വീട്ടിൽ ഇത്രേ ഉള്ളൂ, നമുക്ക് ഇനി താഴെ പോയാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അണ്ടർഗ്രൗണ്ട് എൻ്റെ പൊന്നി, ഇതെന്തോന്ന് ഇത്? മറ്റേ സ്ലെൻഡറിനെ ഉണ്ട്. സ്ലെൻഡറിന് എന്തൊരു 10 ബുക്ക് കണ്ടുപിടിക്കണോ? ആ അടേ എൻ്റെ പൊന്നി, ഞാനൊരു ഫോൺ അടിച്ചു പോയെന്ന്. ഇതെന്തോന്ന്? ഓ ഞാൻ എണീച്ചാണ് എന്താ നിൽക്കണ, കുനിഞ്ഞില്ല. ഇവിടെ എന്തോന്നാണ്? ആറത്, അയ്യോ ഇതാറാ. എടാ ഈ പന്ന നിൽക്കേ. എടാ ഇന്നത്തെ സൗണ്ട് കേൾക്കണമെന്നില്ല, ഇവന്മാർ പിടിക്കാൻ വരാന്നാലും സൗണ്ട് കേൾക്കൂലല്ലേ? നൈസ്, സൗണ്ട് കേൾക്കൂല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, എന്നോടൊന്ന് ക്ഷമിക്കണേ. കാരണം ഞാൻ മനഃപൂർവ്വം അല്ല ഇതൊക്കെ ചെയ്യണത്. ആ പട്ടി, എടാ പട്ടി വന്നടാ, ഇവൻ്റെ പട്ടി. ഇവൻ ഉരുളക്കിഴങ്ങിന് മറ്റേ കാല് വെച്ച് കണക്കി ഇരിക്കണ്ട ഈ കിഴങ്ങൻ. ഇവിടെ നമ്മൾ നോക്കിയില്ലേ, നമുക്ക് ബാറ്ററി കിട്ടി. ബാറ്ററി അവിടെയാണ് വെക്കണതെന്ന് എനിക്കറിയാം. ഈ മുണനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേണയം കണ്ട ഇവിടെ എന്താ വഴിയുണ്ട്. എടാ ഇവിടെയാണ്ടാ മറ്റേ കോഡടിക്കാൻ. എടാ എനിക്ക് ഇറങ്ങാം. ഇവിടെ
റോങ് കോഡാ നിൽക്ക്. മറ്റേത് 37 എന്തോ ആയിരുന്നല്ലോ. എടാ എന്തോ ആയിരുന്നടാ കോഡ്, എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തോ കുഴിയുണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങോട്ട് മറ്റേ സ്ഥലത്തായിരിക്കും പോകണം നമ്മൾ പോയത്. അവിടെ എന്തോ ഇവിടെ വേറെന്തോ വഴി നോക്കട്ടെ. എടാ വലിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇവിടെയാണ് കോഡ് ഉപയോഗിക്കാൻ. എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നിഗമനം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയിരുന്നു 9 ആണെന്ന് തോന്നുന്നു അല്ലേ. എടാ തന്നെടാ കണ്ട ഗൈസ്. I need to place something here in order or to be able to get to the other side. മനസ്സിലായടേ? പ്ലാങ്ക് ഇതൊക്കെ പ്ലാങ്ക് എടുത്തിട്ട് വരാം. പ്ലാങ്ക് എടുക്കാം ഗൈസ്. ഞാൻ ചോദിച്ചാടെ വഴിയില്ലെന്ന്. ഇവിടെ വഴിയുണ്ടാ? ഒക്കെ സത്യം പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം ഗൈസ്, സൗണ്ട് ഒന്നും കേട്ടുകൂടാ. എന്നോട് ക്ഷമിക്കണം. PC-നാണെങ്കിൽ കേൾക്കാൻ, എനിക്ക് PC-യിൽ ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, എന്തായാലും പ്ലാങ്ക് എടുത്തിട്ട് തരാം. അതിന് മുമ്പ് എനിക്ക് ഈ ഫ്യൂസ് ആണ്, ഈ ബാറ്ററി ഒക്കെ അവിടെ വെക്കണം. ഇവൻ വന്ന സൗണ്ട് കേൾക്കും, അതെനിക്കറിയാം. PC-യിൽ നീ സൗണ്ട് കേട്ടായിരുന്നു. ഓക്കെ, സ്വിച്ച് അമക്കാം. സ്വിച്ച് ഇവിടെ എന്തോ വീണടാ. ഗൈസ് ഇത് മറ്റേ സ്ഥലമാണ് കേട്ടാ. ഞാൻ PC-യിൽ വെച്ച് ഞാൻ അറിയാതെ ഇതിൽ വന്ന് വീണായിരുന്നു, ഞാൻ ചത്തു. ഇപ്പം നമുക്ക് മോളിൽ പോകണോടാ. പക്ഷെ ഇവിടുത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ മൊണ്ണ ഇവിടെ ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് പോവാം. ഓക്കെ, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു, ബട്ട് ഞാൻ പൗസ് ചെയ്തത് വീണ്ടും റെക്കോർഡ് ഓഫാക്കാൻ മറന്നുപോയി. ഓണാക്കാൻ മറന്നുപോയി. ഞാൻ പ്ലാങ്ക് എടുക്കാൻ വേണ്ടി വീഡിയോ പൗസ് ചെയ്ത് എന്നിട്ട് തിരിച്ച് ഓണാക്കാൻ മറന്നുപോയിട്ട്, എന്നിട്ട് ഞാൻ എല്ലാം അങ്ങ് ചെയ്താണ്ട് കേസ് നമുക്ക് ഈ ക്രോവർ ഉണ്ടല്ലോ, ഈ ക്രോവർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡോറുണ്ട്, ആ ഡോറ് പൊട്ടിക്കണം. അവിടെ ഒരു ഷവലുണ്ട്, ഷവലൊക്കെ എവിടെയാണ് ഉപയോഗിക്കണതെന്നൊക്കെ അറിയാം. പിന്നെ കേസ് നമുക്ക് കിട്ടിയ സിമ്പിൾസ് ഉണ്ടല്ലോ, സിമ്പിളിൻ്റെ ഒരു സാധനം അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ. അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് നമ്പേഴ്സ് ആ സിമ്പിളിൻ്റെ താഴെ ഉണ്ട്. നമുക്കൊരു ഇത് കിട്ടും, പേപ്പർ കിട്ടും പീസ്. ആ പേപ്പറിൽ കൊടുത്തിരിക്കും ഏതൊക്കെ സിമ്പിള്, ഏതൊക്കെ സിമ്പിളാണ് ഈ സിമ്പിൾ കൊടുത്തിരിക്കും. ആ സിമ്പിൾസിൻ്റെ താഴെയുള്ള നമ്പറാണ് എൻ്റെ പാസ്വേഡ്. ഞാൻ ആ പേപ്പർ കണ്ട് എനിക്ക് ഇനി പീസുകൾ കണ്ടുപിടിക്കാനുണ്ടേ. ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സത്യം പറഞ്ഞാൽ മുകളിൽ ഒരു സാധനം ആവശ്യമില്ല. മുകളിൽ ഞാൻ അവിടെയൊക്കെ നോക്കി, സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു ആവശ്യമില്ല. ക്രോബാർ അവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെയും കാണുക. ഇനി മിക്ക ഗെയിമിൽ ക്രോബാറിനാണ് ഇവിടെ പ്രധാന ചെറുതായിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് ആ പെട്ടി തുറക്കാൻ ക്രോബാറിൻ്റെ ആവശ്യം കാണും. കാരണം മറ്റേ ഗ്രാൻഡിയിലൊക്കെ അങ്ങനെയാണല്ലോ. നോക്കാം, ഇവിടെ ഡോറുണ്ടല്ലോ. ഈ ഹോൾ ഈസ് ജാമഡ്. ഐ നീഡ് സംതിങ് ടു pry the chest box. The room is under construction. Come back next week. എനിക്കൊന്നും ഗെയിം ഉണ്ടാക്കണതേ ഉള്ളൂ അങ്ങേര്. അതിന് മുമ്പ് നമുക്ക് തീർക്കാം. അതാണ്, അതും കൂടെ വന്ന പിന്നെ കുറേ തലവേദനയാവും. അവിടെ വേണ്ട ക്രോബാർ ആയിരിക്കും കഴിച്ച് വേണ്ടത്. ആ പെട്ട് തുറക്കും. അതിന് വേണ്ടി നമുക്ക് ക്രോബാർ എടുത്തിട്ട് വരാം. ആ മുണ ഞാൻ കാണാനില്ല. പിന്നെ ആ പാസ്വേഡ് കോഡായിരിക്കും അവിടെ അടിക്കാനാണ് എനിക്ക് തോന്നണത്. അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതല്ലേ ക്രോബാർ. അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ. അതായിരിക്കും അവിടെ അടിക്കാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും നോക്കിയില്ല. എടാ എടാ അവിടെ ഇവിടെ സെയിം വഴിയാണ്. എനിക്കൊന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. ഞാൻ വേറെ ഇവിടെ ഒന്നും നോക്കിയില്ല. ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെയാണ് ഞാൻ നോക്കിയത്. എനിക്ക് അങ്ങോട്ടൊക്കെ ഉള്ളിലൊക്കെ നോക്കണം കേസ്, അതൊക്കെ നോക്കാം. ഓക്കെ, തുറ എന്തൊരു തുറന്നടാ. WD-40 അല്ല 420. ഇത് മറ്റേ സാധനം, തുരുമ്പ് കളയണ സാധനം. ഇതെന്തിനാണ്? എന്തോ
സത്യം പറഞ്ഞാൽ ഈ ഗെയിം എളുപ്പമാണ്, അത് വേറെ കാര്യം. ഞാൻ അറിയാതെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സ്ലൺ ഹാമർ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും കൂടെ ഒന്ന് കണ്ടുപിടിക്കണം ഗൈസ്. സ്ലൺ ഹാമർ ഇവിടെ ആയിരിക്കും യൂസ്ഫുൾ. എനിക്ക് അങ്ങോട്ട് നോക്കി നമ്മൾ ഇവിടെ ഒരു വഴിയുണ്ട്. എടാ അതിനൊന്നും ഒന്ന് ഇവിടെ അലമാരയുണ്ടാ? അലമാരയ്ക്ക് അതൊന്നുമില്ല. എടാ അടുത്ത പീസ്, പോസ്റ്റർ പീസ് 3. നിൽക്ക് നമുക്ക് അത് കൊണ്ടുവയ്ക്കാം. ആദ്യം നമുക്ക് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ അതെന്ന് തോന്നുന്നു അവിടെ മുകളിലാണെന്ന് തോന്നുന്നു വഴി. എന്തിരടാ അത്? വയർ കട്ടറാ എന്തിരുവാണത്? ഈ ഡോറ് തുറക്കണം. അതെന്തിരി ഇപ്പം ഡോറ് തുറക്കാൻ പറ്റാത്ത? ദ ഡോർ ഈസ് ലോക്ക്ഡ്, ഐ നീഡ് എ കീ ടു അൺലോക്ക് ഇറ്റ്. ഓക്കെ നമുക്ക് ഇത് പ്രിസൺ അല്ലേ? പ്രിസൺ കീ ഗൈസ്. പ്രിസൺ കീ തന്നെ ഉറപ്പാണ്, അത് പ്രിസണാണ്. വേറെ ഇവിടെ പ്രിസണൊന്നും ഞാൻ കണ്ടില്ല. പ്രിസൺ കീ മറ്റേ വാഷിംഗ് മെഷീൻ്റെ അകത്തിരുന്നത് കണ്ട. പിക്ക സാധനം താഴെയാണ് ഉപയോഗിക്കാൻ. ഇതെന്തോ ഇതിൻ്റെ അതൊന്നും ഇല്ലടാ ഡ്രോയറിൻ്റെ അകത്ത്. ചുമ്മാ ഒരു വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പോവാ. ഈ WD-40 എവിടെ ഉപയോഗിക്കാൻ? പക്ഷെ 40 എന്ന് 420 ഇത് രണ്ട് കുഴി വരികടാ. കുഴി ഇവിടെ നിന്നാണ്. എൻ്റെ കുഞ്ഞി എടാ അവിടെ ഒരു കീ കിടക്കണ്. അതാണ് നമ്മൾ തള്ളിയിട്ട കീ, മനസ്സിലായ? ഈ WD-40 നോക്കി എവിടെയും ഇടാം. നമുക്ക് നമ്മളെ സ്ഥലത്ത് കൊണ്ടിടാം, മനസ്സിലായ? അതായിരിക്കും സേഫ്. അല്ലെങ്കിൽ ഇവിടെ ഇടാടാ. ഇനിയിപ്പോ അവൻ്റെ വായിൽ എറിഞ്ഞു കൊടുത്തോണ്ട് ഓടി പോയി. ഐസട്ട് ഇങ്ങനെ പോയില്ല, അവൻ ഇങ്ങോട്ട് പോട്ട്. എന്നൊക്കെ ഈ വഴി പോവാം, അതാണ് സേഫ്. ഈ കുഴിന് ഇവിടെ ഒരു കുഴി ഇല്ലേ? ഉണ്ട് കണ്ട്. അത്രയും വലിയ സ്ഥലമൊന്നുമില്ല. അവിടെ എന്തോ ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ വന്ന് ഇവിടെ നിന്നാണ് ബാറ്ററി കിട്ടിയത്. അമ്മ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. സ്മാൾ ചെസ്റ്റ് കീ. ഇതേത് കീ? എന്തോ സ്മാൾ ചെസ്റ്റ് കീ. അതൊക്കെ നമുക്ക് നമ്മളെ സ്ഥലത്ത് കൊണ്ടിടാം. WD-40. ഓടോ ഇവിടെ ഉണ്ടോ സ്ക്രൂ ഡ്രൈവർ വേണ്ടത്? യെസ് ബ്രോ, ഞങ്ങളങ്ങനെ സ്ക്രൂ ഡ്രൈവറിൻ്റെ സാധനം കണ്ടുപിടിച്ച്. ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം ഒന്ന് അൺസ്ക്രൂ ചെയ്യാം. എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി സ്ക്രൂ ആണെന്ന്. കാരണം നമ്മൾ ഇഷ്ടം പോലെ ഗെയിം കളിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നളിയ കോഡ്, ഈ കോഡ് ഇവിടെ ഉപയോഗിക്കണേനാന്ന് സംശയമുണ്ട്. ഇവിടെ നിന്നെല്ലാം വരുമെന്നാ മാറണം. ഇല്ല, നോക്കാം ഗൈസ്, നോക്കാം. ലെറ്റ്സ് ഗോ. 3492 3492 റോങ്. അതിനെടുത്ത് എൻ്റെ അടുത്ത് ഓടെ ആ സിമ്പിൾ കോഡാണ് ഇവിടെ വേണം. പിന്നെ ഈ കോഡ് എവിടെ? എടി ഇതെന്ത് കിഴങ്ങടാ അത്? നമുക്കപ്പോൾ ഈ കോഡെന്നൊക്കെ ഈ കോഡെന്നൊക്കെ അവിടെ കൊണ്ടിടാം. പിന്നെ സ്മാൾ ചെസ്റ്റ് കീ ഒക്കെ കിട്ടി, അതൊക്കെ എവിടെ ഉപയോഗിക്കണമെന്തോ. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അയ്യോടെ WD-40 എടുത്തില്ല. എടാ കേസ് ഞാൻ പറഞ്ഞില്ലേ നേരെ ഷവല് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. കേസ് ഒരു ഷവലുണ്ട്. ആ ഷവല് എവിടെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയാം. ഇത് തുറക്കാൻ പറ്റുമോ? ആ ഷവലിന് എവിടെ നിന്ന് എടുത്തില്ല. ഞാൻ അത് എവിടെ ഉപയോഗിക്കണമെന്ന് അറിയാം. ബിക്കോസ് ഞാൻ അവിടെ ഒരു കൂട്ടത്തിൽ മണ്ണ് അതിന് അവിടെ കുഴിക്കണം ഗൈസ്. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. നമുക്ക് നോക്കാം. അങ്ങനെ തന്നെടേ. ഓക്കെ ഞങ്ങൾക്ക് കുഴിക്കാത്. എടാ പട്ടി ഇവിടെ നോക്കിയല്ലടാ. ഞാൻ കുഴിക്കണതിന് മുമ്പേ നോക്കിയല്ലടാ അവിടെ ഉണ്ടാന്ന്. കേസ് ആ പട്ടി പോട്ട് കേസ് അവിടെ നിൽക്കുന്നുണ്ടാ മോനെ. എൻ്റെ 4 ദിവസം പോയി ഈ ഒരു പന്നം. കാരണം ഞാനത് കുഴിക്കണതിന് തൊട്ട് മുമ്പ് അവനെ നോക്കിയതാണ് ബാക്കിൽ. ഗാർഡൻ ഗേറ്റ് കീ. എടാ ആ ഗേറ്റിൻ്റെ കീ നമ്മൾ എസ്കേപ്പ് ആയെന്ന് തോന്നുന്നു. വാ
എസ്കേപ്പായി ഗൈസ്. പക്ഷെ ഞാൻ പിന്നെ അവിടെ ഒരു കീ വേണോടാ. അവിടെ ഒരു ഡോറുണ്ട് അവിടെ. ഡിസ്റ്റർബ് കണക്ക് വേറെ എടാ എനിക്ക് തോന്നണ മറ്റേ പ്രിസൻ്റെ അകത്തുള്ള ആ സാധനമായിരിക്കും ഇത് പൊട്ടിക്കാം. ചെയിൻ എനിക്ക് തോന്നുന്നു ചെയിൻ കട്ടറായിരിക്കും. എന്നൊക്കെ അത് എടുക്കാം. എനിക്കത് ഉറപ്പുണ്ട്. വേറൊരു സാധനം ഇവിടെ ഇല്ല. ഇവിടെ എത്ര എസ്കേപ്പ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഈ വഴി പോടെ ഡയറക്റ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഉണ്ടെങ്കിൽ തീർന്ന്. ഈ കിണേനെ നമുക്ക് കാണാൻ പോലും പറ്റൂല. അതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സൗണ്ട് വേണം കളിക്കാൻ. പക്ഷെ ഞാൻ സൗണ്ട് ഇല്ലാതെ കളിക്കണം. അതുകൊണ്ട് ഭയങ്കര പാടാണ്. സൗണ്ട് എന്ന് പറയാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൗണ്ട് ഇല്ലാതെ കളിക്കാൻ പറ്റില്ലല്ലേ. ഇതിനൊക്കെ പിടിക്കാനൊക്കെ വരുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്ന എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ അവൻ കേട്ട് കാണും. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കി ബാക്കിലായിരിക്കും അവൻ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, എവിടെ പോണേ ഇതിൻ്റെ അകത്ത്. ഇതിനൊക്കെ WD-40 കൂടെ എടുത്തിട്ടുണ്ട് ലിഫ്റ്റിൽ. അത് എവിടെ ഉപയോഗിക്കണമെന്നോലും എനിക്ക് അറിഞ്ഞുകൂടാ. അത് തുരുമ്പ് കളയണ സാധനമാണത് തന്നെ തോന്നുന്നു. ഞാൻ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് സീന് സാധനമാണെന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ഗാറ്റിൽ യൂസ് ചെയ്യണമെന്ന് തോന്നണേ കേട്ടാ. എനിക്കെന്തോ അറിഞ്ഞൂടാ. അയ്യോ ആ ഞാൻ എന്ത് ഇവിടെ വന്ന് പന്നെ നീ ഇവിടെ നോക്കി നിൽക്കുകയായിരുന്നു. നീ അവൻ നിൻ്റെ അടുത്ത് നിനക്ക് പറഞ്ഞു തന്നില്ലേ ഞാൻ അവിടെ ഉണ്ടെന്ന്. പാട്ടായി ആ മൊണ്ണ എനിക്ക് കാണാൻ പോലും പറ്റില്ല. അതാണ് ഇതിന് ഈ ദേഷ്യം പറഞ്ഞാൽ ഞാൻ അവനെ കാണാൻ പോലും ഇല്ല. അവനെ കുനിഞ്ഞു നോക്കണം. ഇവിടെ തന്നെ ഇവിടെയാണ് സമാധാനം. കാരണം ഇവിടെയാണ് ഈ ഒരു പട്ടിമാർ. ഒരു മിനിറ്റ്, ഇവിടെ ഇടിച്ചതിപ്പം ഇവിടെ ആരും ഇവൻ ലോക്ക് ചെയ്തിട്ടിരുന്ന കേട്ടാ. ഇവനെന്ന് പറഞ്ഞൊരു ക്രൂരനാണ്. ഇവൻ അതെന്തിരി എടാ അവ അവിടെ ബഗ്ഗായെന്ന് തോന്നണടാ. ഞാൻ അപ്പം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരഞ്ഞാണ് പോണത്. ഇപ്പം അവിടെ ചെന്ന് കയറിയാണ് ചത്തിയാനെ. ഇപ്പം അവൻ എന്തൊരു ബഗ്ഗായി കേട്ടോ അവിടെ. നല്ല കാര്യമല്ല. നമ്മളെ സ്ഥലത്താണ് ബഗ്ഗായി നിൽക്കുന്നത്. നമുക്ക് പോകാൻ പോലും പറ്റൂല. എടാ WD-40 അവിടെ ഇരിക്കണടാ. എന്തിന് ഈ 420 40 നമുക്ക് പറയണ രീതിയിലല്ലേ പറയാൻ പറ്റും. WD-40 എടുക്കണം. ഈ അവിടെ ഈ നല്ല കാര്യങ്ങളൊന്നും ചെയ്യൂല എനിക്ക് അതെടുക്കണം. ഇപ്പം തന്നെ നല്ല ലോങ് ആയി ഗൈസ് വീഡിയോ. ഓക്കെ, ഞാൻ WD-40 എല്ലാ തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മോളിൽ പോകും. ഈ കോഡ് പിന്നെ എന്തിനാണ്? എനിക്ക് തോന്നുന്നു അപ്പം 2 എസ്കേപ്പ് കാണും കേട്ടാ. അത് തന്നെ. ഞാൻ ബോൾട്ട് കട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നോക്കി കീട്ടോ ഓപ്പൺ ചെയ്യാം. എടാ അതിന് എടുത്ത് ഓയിൽ ഇറ്റെന്ന്. എടാ ഓയിൽ ഇവിടെ ഞാൻ ഓയിലൊന്നും കണ്ടുപോയില്ല. ചിലപ്പോൾ WD-40 ആണെങ്കിലാ. നോക്കി നോക്കാം ഗൈസ്. ഇതാണെങ്കിൽ എൻ്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. ഇത് സ്പ്രേ അല്ലേടാ, ഇതെങ്ങനെ ഓയിലാവണേ? നോക്കട്ടെ, ഉപയോഗിച്ച് നോക്കട്ടെ. ഇവിടെ ഓയിലെന്ന് പറഞ്ഞ തേങ്ങ ഞാൻ കണ്ടില്ല. എന്തോന്നൊന്നും പറ്റില്ല. ഞാൻ ഉപയോഗിച്ചാ ഈ സാധനം ഇതായിരിക്കും മിക്കവാറും. എടാ അതാ ഓയിലടാ പൊട്ട. അത് ഓയിലല്ലടാ, അത് ഓയിലാ. എസ്കേപ്പായി. ജയിച്ചാ ഇത്രയേ ഉള്ളൂ. മറ്റവൻ വന്ന് നോക്കിയൊന്നുമില്ല. ഞാൻ അങ്ങനെ അവനെ വന്നൊക്കെ നോക്കുമെന്ന്. കേസ് എന്തായാലും ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല ലോങ് ആണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞപ്പോൾ 1/2 മണിക്കൂർ കൂടുതലായി ഞാൻ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട്. അത്രയ്ക്ക് ലോങ് ഒന്നും അല്ല, ഗ്രാനുവലിയൊന്നും അല്ല. കേസ് എന്തായാലും ഇവിടെ വെച്ച് അവസാനിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഫോൺ നല്ല തിളച്ചിരി